Good morning. Good morning, ma'am. Good morning, me. Good morning. ഓക്കെ, അപ്പൊ നമുക്ക് മെഡിക്കൽ ടെർമിനോളജി തുടങ്ങാം കേട്ടോ. നമുക്ക് തുടങ്ങല്ല, നമുക്കിനി ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ എല്ലാവരും? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാണ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പ്രിഫിക്സ് അല്ലെ, പ്രിഫിക്സ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. നമ്മള് പ്രിഫിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് എല്ലാം നമ്മള് മാർക്ക് ചെയ്ത നമ്പേഴ്സ് എല്ലാം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കോമൺ സഫിക്സസിന്റെ ആദ്യത്തെ ആ പേജിൽ 1 മുതൽ 8 വരെയുള്ള നമ്പേഴ്സിൽ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്തിരുന്നു. അത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാവരും പേനയൊക്കെ എടുത്ത് കയ്യിൽ വെച്ചോളൂ കേട്ടോ. തുടങ്ങാം. ഇതിനകത്ത് നമ്മള് പ്രിഫിക്സ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ മാർക്ക് ചെയ്തത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. കാര്യം അത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഒരുവിധം മാർക്ക് ചെയ്തതെല്ലാം തന്നെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ വലിയ പ്രശ്നം വരില്ല കേട്ടോ. അപ്പൊ നോക്കാം, കോമൺ സഫിക്സസ്. സഫിക്സ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. എന്താണ്? എൻഡിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ് അല്ലെ സഫിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു മെഡിക്കൽ ടേമിന്റെ അവസാന ഭാഗത്തിനെയാണ് നമ്മൾ സഫിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മാർക്ക് ചെയ്തോളൂ. മാർക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നു അല്ലെ. ഓക്കെ, നോക്കട്ടെ. കോമൺ സഫിക്സിൽ 1 മുതൽ 8 വരെയുള്ള സീരിയൽ നമ്പേഴ്സിൽ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് 1 ഓക്കെ 1, അതുപോലെ തന്നെ 4 ഓക്കെ 4, പിന്നെ 6, 8 ഓക്കെ 4 എണ്ണമാണ് കേട്ടോ. 1, 4, 6, 8 ഓക്കെ അല്ലേ? നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. 1, 4, 6, 8 കേട്ടോ. നിങ്ങൾ ഓക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ശരി, അപ്പൊ നിങ്ങൾക്ക് വായിക്കാം. അതിന്റെ സഫിക്സും അതിന്റെ മീനിങ്ങും ആണ് കേട്ടോ. നമ്മൾ പ്രിഫിക്സ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ സഫിക്സ് കേട്ടോ. അപ്പൊ നോക്കൂ, ആൾജിയ. എന്താണ് ആൾജിയ? ആൾജിയ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റിംഗ് ടു പെയിൻ എന്നാണ് അർത്ഥം കേട്ടോ. ഇറ്റ്സ് എ മെഡിക്കൽ ടേം ദാറ്റ് റിഫേഴ്സ് ടു, അല്ലെങ്കിൽ ദാറ്റ് റിലേറ്റിംഗ് ടു പെയിൻ, വേദനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് മയാൾജിയ എന്നൊക്കെ നമ്മൾ പറയും. മയാൾജിയ, മയോ എന്ന് പറയുമ്പോൾ മസിലുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മള് ഹാർട്ടിന്റെ ഒക്കെ മസിൽ മയോ കാർഡിയം എന്നൊക്കെ നമ്മൾ പറയും. ഹാർട്ടിന്റെ മസിൽസ് ആണ്. മയോ എന്ന വാക്ക് മസിലുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ മയാൾജിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് മസിൽ പെയിൻ ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവും അല്ലെ. എന്തായാലും ആൾജിയ എന്ന വാക്ക് ഓക്കെ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? പെയിനുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അടുത്തതാണ് അസ്തനോ. എന്താണ് ഓ എന്ന് പറയുന്നത്? ഇവിടെ ബ്രാക്കറ്റ് അല്ല, ശരിക്കും ഒരു സ്ലാഷ് ഇട്ടിട്ടാണ് കേട്ടോ എഴുതേണ്ടത്. സ്ലാഷ് ഓ ആണ്, അല്ലാതെ ബ്രാക്കറ്റിലല്ല ഇടേണ്ടത്. സ്ലാഷ് ഓ ആണ് കേട്ടോ. അവിടെ ഓ ഉദ്ദേശിക്കുന്ന കമ്പൈനിങ് നമ്പറാണ് കേട്ടോ. ഓക്കെ, അസ്തനോ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഫീബിൾനെസ്, വീക്ക് ആയിട്ടുള്ള, ബലഹീനത എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അസ്തനോ, ഓയാണ് സാധാരണ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന വൊവൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? ഫീബിൾനെസ്, ബലഹീനത എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്തതാണ് ബ്ലാസ്റ്റ്. എന്താണ്? ബ്ലാസ്റ്റ് കേട്ടോ. ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇമ്മെച്യൂർ സെൽ എന്നാണ് കേട്ടോ മീനിങ്. ഇമ്മെച്യൂർ സെൽ, മെഡിക്കൽ ടേം ദാറ്റ് റെഫേഴ്സ് ടു ഇമ്മെച്യൂർ സെൽ, അതായത് മെച്യൂർ അല്ലാത്ത കോശങ്ങൾ. ഇപ്പൊ നമ്മള് എറിത്രോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ എന്താണ്? ഇമ്മെച്യൂർ RBC നമ്മൾ പഠിച്ചിരുന്നു. സൈറ്റ് സെല്ലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ എറിത്രോസൈറ്റ്, RBC എന്ന് പറയുന്ന സയന്റിഫിക് നെയിം ആണ് എറിത്രോസൈറ്റ്. അപ്പോ എറിത്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇമ്മെച്യൂർ ആയിട്ടുള്ള RBC അല്ല, RBC സെല്ലാണ്, റെഡ് ബ്ലഡ് സെല്ലാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ലിംഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇമ്മെച്യൂർ ആയിട്ടുള്ള വൈറ്റ് ബ്ലഡ് സെൽസ്. പൊതുവെ ബ്ലാസ്റ്റ് എന്ന വാക്ക് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്? ഇമ്മെച്യൂർ സെൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് സിലി. എന്താണ്? സിലി, CELE, സിലി. അതായത് അത് ഉദ്ദേശിക്കുന്നത് റിലേറ്റിംഗ് ടു എ ട്യൂമർ ഓർ സ്വെല്ലിംഗ്, അതായത് ട്യൂമർ അല്ലെങ്കിൽ നീർമത, വീക്കം, സ്വെല്ലിംഗ്
അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മെഡിക്കൽ ടേമാണ് സിലി എന്ന് പറയുന്നത്. എന്ററോസിലി എന്നൊക്കെ പറയും. എന്ററോ എന്ന വാക്ക് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഇന്റസ്റ്റൈനുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മള് ഗാസ്ട്രോ എന്ററോളജി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ അവിടെ ഇന്റസ്റ്റൈൻസ് കുടലുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ എന്ററോസിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഇന്റസ്റ്റൈനൽ ഹെർണിയനെയാണ് പറയുന്നത് കേട്ടോ. എന്ററോസിലി. അപ്പൊ സിലി എന്ന വാക്ക് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? റിലേറ്റിംഗ് ടു എ ട്യൂമർ ഓർ സ്വെല്ലിംഗ്. എന്ററോസിലി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്റസ്റ്റൈനൽ ഹെർണിയ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഒരു ഗ്രോത്ത് പോലെയാണ്, ഒരു സ്വെല്ലിംഗ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഡയാലിസിസ് നമ്മൾ പഠിച്ചില്ലേ? പെരിറ്റോണിയൽ ഡയാലിസിസ് ഹെർണിയ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു തൂങ്ങി വരുന്ന ഒരു അവസ്ഥയാണ്, സ്വെല്ലിംഗ് ഒക്കെയാണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് സെന്റിസിസ്. എന്താണ് സെന്റിസിസ്? സെന്റിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിലേറ്റിംഗ് ടു എ പ്രൊസീജിയർ in which an organ or body cavity is punctured, often to drain surplus fluid or get a sample for analysis. അതായത് റിലേറ്റിംഗ് ടു പ്രൊസീജിയർ ഇൻ വിച്ച് an organ or body cavity is punctured. പങ്ക്ചർ ചെയ്യാന്ന് വെച്ചാൽ കുത്തുക, അല്ലെങ്കിൽ നമ്മളൊരു ചെറിയൊരു എന്താ പറയുക ഇൻസിഷൻ ഒക്കെ ചെയ്യാം. എന്നുവെച്ചാൽ അവിടെ ചെറിയൊരു ഒരു ദ്വാരം ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ കുത്തുക. അതിനെയാണ് ഉദ്ദേശിക്കുന്നത് പങ്ക്ചർ. അക്യുപങ്ക്ചർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? നമ്മുടെ ഓർഗൻ അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? പങ്ക്ചർ ചെയ്യാണ്. ഓക്കെ, പങ്ക്ചർ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒരു ഇൻസിഷൻ പോലെ കുത്താണ് നമ്മള്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓഫൺ ടു ഡ്രെയിൻ സർപ്ലസ് ഫ്ലൂയിഡ് ഓർ ഗെറ്റ് എ സാമ്പിൾ ഫോർ അനാലിസിസ്. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ അതിനകത്തുള്ള ഫ്ലൂയിഡ് നമുക്ക് ഡ്രെയിൻ ചെയ്യാനായിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യില്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പൊ അവിടെ ഇൻസിഷൻ പങ്ക്ചർ ചെയ്യാം, കുത്തുക, ഒരു ദ്വാരം ഉണ്ടാക്കാം ഇവിടെ നമ്മുടെ ബോഡി ഓർഗൻ ബോഡി ക്യാവിറ്റിക്കകത്ത്. അതാണ് സെന്റിസിസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സീലിയോസെന്റിസിസ് എന്നൊക്കെ പറയാറുണ്ട്. മെഡിക്കൽ ടേമാണ് സീലിയോസെന്റിസിസ് എന്ന് പറഞ്ഞാല് അബ്ഡോമിന്റെ ഭാഗത്തുണ്ടാക്കുന്ന ഒരു പങ്ക്ചറിങ് ആണ്. അത് വന്നിട്ട് അബ്ഡോമിനൽ ഫ്ലൂയിഡിനെ ഡ്രെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് കേട്ടോ. സീലിയോസെന്റിസിസ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അടുത്തതാണ് സൈറ്റ്. സൈറ്റ് നമ്മൾക്ക് അറിയാലോ എന്താണ്? സെല്ലാണ്, കോശമാണ് അല്ലെ? എറിത്രോസൈറ്റ്, RBCയുടെ പേരാണ് എറിത്രോസൈറ്റ്. അതുപോലെ തന്നെ ലിംഫോസൈറ്റ്, WBC. ഓക്കെ, അപ്പൊ സൈറ്റ് എന്ന വാക്ക് സെല്ലാണ് അല്ലെ? ഇറ്റ് ഈസ് എ മെഡിക്കൽ ടേം ദാറ്റ് റെഫേഴ്സ് ടു സെല്ല്. ഏതാണ് വാക്ക്? ഏതാണ്? സൈറ്റ് കേട്ടോ, സൈറ്റ്. അടുത്തത് എക്ടമി. എന്താണ് എക്ടമി? എന്താണ് മീൻ ചെയ്യുന്നത്? ഇസ് ദ മെഡിക്കൽ ടേം റെഫേഴ്സ് ടു സർജിക്കൽ റിമൂവൽ ഓഫ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ട്യൂബക്ടമി, വാസക്ടമി കേട്ടിട്ടുണ്ടോ? വന്ധ്യംകരണ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ആണ് എക്ടമി അല്ലെ? ട്യൂബക്ടമി എന്ന് പറയുമ്പോൾ സ്ത്രീകളിൽ ചെയ്യുന്നതാണ് സർജിക്കൽ റിമൂവൽ ഓഫ് ഫാലോപ്പിയൻ ട്യൂബ്സ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ പുരുഷന്മാരിലെ വാസക്ടമി, കണ്ടോ? ടെമിയിലാണ് അവസാനിക്കുന്നത്. വാസക്ടമി, സർജിക്കൽ റിമൂവൽ ഓഫ് ഒരു വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ട്യൂബ് ഉണ്ട് അവരുടെ ശരീരത്തിൽ. ഓക്കെ, അപ്പൊ അത് റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് കേട്ടോ. നിർത്താൻ മതി. കേട്ടിട്ടില്ലേ നിങ്ങൾ? ട്യൂബക്ടമി, വാസക്ടമി എന്നൊക്കെ കേട്ടിട്ടില്ലേ? വന്ധ്യംകരണ ശസ്ത്രക്രിയകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എക്ടമി എന്ന വാക്ക് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സർജിക്കൽ റിമൂവൽ ഓഫ് എന്നാണ് അർത്ഥം കേട്ടോ. അടുത്തതാണ് എമിയ. പെട്ടെന്ന് കേൾക്കുമ്പോഴാണ് മനസ്സിലെന്താ ഓടി വരുന്നത്? അനീമിയ അല്ലെ? അനീമിയ അല്ലേ പെട്ടെന്ന് ഓടി വന്നത്? ഓക്കെ, എന്താണ്? റിലേറ്റിംഗ് ടു ദ പ്രസൻസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ദ ബ്ലഡ് കേട്ടോ. നമ്മുടെ ബ്ലഡിനകത്ത് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ സാന്നിധ്യം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് അനീമിയ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെന്റിന്റെ പ്രസൻസ് ആണ് അവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. കൂടുതൽ അനീമിയ. അതുപോലെ എന്താണ് വേറൊരു വാക്ക്? ഗ്ലൈസീമിയ എന്ന് പറഞ്ഞ എന്താണ്? പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ്. ഓക്കെ, ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ്. അപ്പൊ നമ്മള് ഇമിയ എന്ന് പറയുന്ന വാക്ക് എന്തുമായിട്ടാണ്? റിലേറ്റിംഗ് ടു ദ പ്രസൻസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ദ ബ്ലഡ്. ബ്ലഡില് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ എന്താണ്? പ്രസൻസ് കേട്ടോ. പ്രസൻസിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇമിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗ്ലൈസീമിയ, അവിടെ എന്തിന്റെ പ്രസൻസ് ആണ്? പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതിനായിട്ട് നമ്മൾ മാർക്ക് ചെയ്തത് 1, 4, 6, 8. ഓക്കെ, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണ്ട. ഓക്കെ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോവാം. കേട്ടോ. പേന എടുത്തോളൂ.
ഞാൻ പറയുന്ന നമ്പേഴ്സ് മാർക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ 9 തൊട്ട് എത്ര വരെ ഉണ്ട് ഇവിടെ ഈ പേജിൽ 29 വരെയാണ് കേട്ടോ. അപ്പൊ മാർക്ക് ചെയ്തോളൂ. 12 12 കേട്ടോ. 12 then 15 15 ഓക്കെ. അടുത്തത് 23 23 23 24 24 25 25 27 27 27 കിട്ടിയോ? നമുക്ക് ഒന്നുകൂടെ പറയാണ്. 12 15 23 24 25 27 ഓക്കെ. കിട്ടിയല്ലോ? 12 15 23 24 25 27 കറക്റ്റ് ആണ് കേട്ടോ. ഷിഫിന കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, കിട്ടിയില്ല? ആ പേജിൽ അത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് വായിക്കാം. ജെനിക്. എന്താണ് ജെനിക്? ജെനിക് എന്താണ്? എന്ത് മെഡിക്കൽ ടേം ദാറ്റ് refers to meaning resulting അല്ലെ? resulting, giving rise to എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. കാർസിനോജനിക് കേട്ടിട്ടില്ലേ? കാർസിനോജനിക് ജെനിക് എന്താണ്? അതായത് ക്യാൻസറിന് കാരണമാകുന്നത്. ദാറ്റ് റിസൾട്ടിങ് ക്യാൻസർ, ദാറ്റ് ഗിവിംഗ് റൈസ് ടു ക്യാൻസർ എന്നൊക്കെയുള്ള അർത്ഥമാണ്. കാർസിനോജനിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതായത് ക്യാൻസർ വരുത്തുന്ന സബ്സ്റ്റൻസ് ആണ്. അതിന്റെ റിസൾട്ട് അത്തരം സബ്സ്റ്റൻസുകളുടെ ഉപയോഗം എന്തിന്റെ റിസൾട്ടിങ്ങിലേക്ക് നയിക്കും? ക്യാൻസറിനെ കാരണമാകും. ഓക്കെ, ഓർത്താൽ മതി. ജെനിക് റിസൾട്ടിങ് ആണ്. അടുത്തത് എപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്ന, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രാം എന്ന് പറഞ്ഞാൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് റെക്കോർഡാണ് കേട്ടോ. ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെക്കോർഡാണ് കേട്ടോ. ഓക്കെ, ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓക്കെ, ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് എന്ത്? ഓക്കെ, എക്സാമ്പിൾ ആണ് ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയുമ്പോൾ റെക്കോർഡാണ്. എപ്പോഴും നമുക്കൊരു ഡൗട്ടാണ് ഗ്രാമും ഗ്രാഫും തമ്മിൽ മാറിപ്പോകും. ഓക്കെ, ശരിക്കും ഗ്രാം എന്ന് പറയുന്നത്, നമ്മൾ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത് ശരിക്കും എന്താ? അതിന് കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, ആ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആ റിസൾട്ട് ഉണ്ടല്ലോ, അതാണ് ശരിക്കും ഗ്രാം എന്ന് പറയുന്നത്. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് ഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഗ്രാഫ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കാം ആ പേപ്പർ ആയിരിക്കാം കിട്ടുന്നത്. നമ്മൾ ഗ്രാഫ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന സംഭവമാണ് ഗ്രാഫ് എന്ന് വിചാരിക്കാം. അല്ല, ഗ്രാഫ് എന്ന് പറഞ്ഞ ഡിവൈസ് ആണ് കേട്ടോ, ഉപകരണമാണ്. അതങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. ഗ്രാമാണ് എന്ത്? ആ കിട്ടുന്ന റിസൾട്ട് ആണ് ശരിക്കും ഗ്രാം. ഇലക്ട്രോ കാർഡിയോഗ്രാം, ഇലക്ട്രോ എൻസെഫലോഗ്രാം അല്ലെ? ഓക്കെ, അപ്പൊ റെക്കോർഡാണ് കേട്ടോ, കിട്ടുന്ന റെക്കോർഡാണ് ഗ്രാം എന്ന് പറയുന്നത്. ഇതേ വാക്കിന് വീണ്ടും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഗ്രാഫ് എന്താണ്? എ റെക്കോർഡ് ഓർ ദ ഡിവൈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദ റെക്കോർഡ്. അതിനു വേണ്ടി റെക്കോർഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ഉണ്ടല്ലോ, അതാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ തോന്നാം. ഗ്രാഫ് എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വേറെ കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും ഗ്രാഫ്. അതിനാണ് ഗ്രാഫ് പോലെ വെച്ചേക്കുന്നത്. പക്ഷെ അതല്ല, അത് ഡിവൈസ് ആണ് കേട്ടോ. അത് ഗ്രാമാണ് കേട്ടോ. അതൊന്നും മാറിപ്പോകരുത്, അത് ശ്രദ്ധിക്കാം കേട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്ന ആ ഡിവൈസ് ആണ് ദാറ്റ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട്. ഇലക്ട്രോ എൻസെഫാലോഗ്രാഫ് എന്ന് പറയുമ്പോൾ സെഫാലോ നമ്മൾ പഠിച്ചതാണ്, ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ? അതെന്താ? എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ്? യൂസ്ഡ് ടു ടെസ്റ്റ് ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ബ്രെയിൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഗ്രാം എന്ന് പറയുന്ന റെക്കോർഡാണ് കേട്ടോ. ഗ്രാഫ് എന്ന് പറഞ്ഞ റെക്കോർഡ് ഓഫ് ദ ഡിവൈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദ റെക്കോർഡ്. റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഗ്രാഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അടുത്തത് നമ്മൾ പറഞ്ഞതാണ് എക്സാമ്പിൾ ഇൻട്രൊഡക്ഷൻ. ഐറ്റിസ് എന്താണ്? സ്വെല്ലിങ്, ഇൻഫ്ലമേഷൻ എന്നുള്ള അർത്ഥം. ഹെപ്പറ്റൈറ്റിസ്, ആർത്രൈറ്റിസ്, ഐറ്റിസ് അല്ലെ? സ്വെല്ലിങ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ. ഹെപ്പറ്റൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ. ആർത്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ്സ്. നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ഓക്കെ, അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചതായതുകൊണ്ട് എളുപ്പം കിട്ടും കേട്ടോ നമുക്ക്. അടുത്തത് നോക്കി, ലിസിസ്. ലിസിസ് എന്താണ്? ഡിക്ലൈൻ അല്ലെങ്കിൽ ഡിസ്ഇന്റഗ്രേഷൻ ഓർ ഡിസ്ട്രക്ഷൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഡിക്ലൈൻ അല്ലെങ്കിൽ ഡിസ്ഇന്റഗ്രേഷൻ ഓർ ഡിസ്ട്രക്ഷൻ. ഡിസ്ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കുറയ്ക്കുക, ഡിക്രീസ് ചെയ്യിക്കുക, റിഡ്യൂസ് ചെയ്യിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ഡിസ്ഇന്റഗ്രേറ്റ്, ഡിക്ലൈൻ. അപ്പൊ നമുക്ക് എന്താണ്? ഡിസ്ട്രക്ഷൻ അല്ലെ? അപ്പോ എക്സാമ്പിൾ നമുക്ക് ബാക്ടീരിയോലിസിസ് എന്ന് പറയുമ്പോൾ എന്താ? ഡിസ്ട്രക്ഷൻ ഓഫ് ബാക്ടീരിയ. ഓക്കെ, അതുപോലെ തന്നെ
നമുക്ക് പറയാവുന്നതാണ് ഡയാലിസിസ് അല്ലെ, ഗ്ലൈക്കോലിസിസ് കറക്റ്റ് ആണ്, ഗ്ലൈക്കോലിസിസ് കേട്ടോ. അപ്പൊ അവിടെ ഡിസ്ട്രക്ഷൻ എന്നുള്ള അർത്ഥം, ലിസിസ് എന്ന വാക്ക് എന്തായിട്ട് റിലേറ്റഡ് ആണ്, എന്താണ് മീനിങ്, ഡിക്ലൈൻ, ഡിസ്ഇന്റഗ്രേഷൻ ഓർ ഡിസ്ട്രക്ഷൻ എന്നുള്ള അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് മെഗാലി. മെഗാലി എന്താണ്, എക്സ്പാൻഷൻ ഓഫ്, മെഗാ എന്ന് ഓർത്താൽ മതി, നിങ്ങൾ മെഗാ വളരെ മെഗാമേള, ഹ്യൂജ്, ലാർജ്, വലുത്. അപ്പൊ മെഗാലി എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ലെ, വലിപ്പം വെക്കുന്ന ഒരു അവസ്ഥയാണ്. എക്സ്പാൻഷൻ ഓഫ് ഹെപ്പാറ്റോ മെഗാലി എന്നൊക്കെ പറയും. ഹെപ്പാറ്റോ മെഗാലി എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ലിവറിന് വരുന്ന ഒരു എക്സ്പാൻഷൻ ആണ്. ഫാറ്റി ലിവർ ഒക്കെ വരില്ലേ, ആ സമയത്ത് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ആ റിസൾട്ടിൽ എഴുതിയിരിക്കും ഹെപ്പാറ്റോ മെഗാലി എന്ന് പറഞ്ഞിരിക്കും. എന്ത് സംഭവം, സാധാരണത്തെക്കാളും ലിവറിന് കുറച്ച് എക്സ്പാൻഷൻ ഉണ്ട്. അതാണ് എന്താണ്, ഫാറ്റി ലിവർ ആണ് കേട്ടോ. ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടിട്ട് ഫാറ്റി ലിവർ വരുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അതിനൊക്കെ എനിക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്താ പറഞ്ഞത്, എന്റെ എഴുതി തന്നിട്ടുണ്ട് ഹെപ്പാറ്റോ മെഗാലി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഫാറ്റി ലിവർ ആണ് ഉദ്ദേശിക്കുന്നത്, എക്സ്പാൻഷൻ ഓഫ് ലിവർ. ഓക്കെ, അപ്പൊ ലിവർ കുറച്ചും കൂടെ എക്സ്പാൻഡ് ആയിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ. അടുത്തത് എന്താണ്, ഓളജി. OLOGY, ഓളജി. ഓളജി ബയോളജി, സുവോളജി അല്ലെ, കാർഡിയോളജി, പൾമനോളജി, നെഫ്രോളജി അല്ലെ, റൈനോളജി, പിന്നെ കുറെ ഓളജികൾ. എന്താണ്, സയൻസ് ഓഫ്, അത് തന്നെ, സൈക്കോളജി ആണ്, സൈക്കോളജി, ഓങ്കോളജി, അത് തന്നെ. അപ്പൊ അതൊക്കെയാണ് കേട്ടോ. എന്താണ് ഉദ്ദേശിക്കുന്നത്, സയൻസ് ഓഫ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, സയൻസ് ഓഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബയോളജി, സയൻസ് ഓഫ് ലിവിങ് തിങ്സ് അല്ലെ, അതുപോലെ ഓങ്കോളജി, സയൻസ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ക്യാൻസർ അല്ലെ, പിന്നെ നെഫ്രോളജി, സ്റ്റഡി ഓഫ് കിഡ്നി എന്നൊക്കെ നമ്മൾ പറയില്ലേ, സയൻസ് ഓഫ് ഓർ സ്റ്റഡി ഓഫ്. ഓക്കെ, അടുത്തതാണ് ഓമ. OMA, OMA, ട്യൂമർ എന്നുള്ള അർത്ഥമാണ്. മെലനോമ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കാർസിനോമ, അതന്നെ കാർസിനോമ, ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമർ, ക്യാൻസറസ് ഗ്രോത്ത് എന്നൊക്കെയുള്ള അർത്ഥമാണ് മെലനോമ. മെലനോമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ക്യാൻസറസ് ആയിട്ടുള്ള സ്കിന്നിനൊക്കെ വരുന്ന അവസ്ഥയാണ് കേട്ടോ, ഗ്രോത്ത് ആണ് ട്യൂമർ. ഓക്കെ, ഓമ എന്നുള്ള വാക്ക് മെഡിക്കൽ ടേം ദാറ്റ് റെഫേഴ്സ് ടു ട്യൂമർ. ഓക്കെ, ട്യൂമറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഓസിസ്. ഓസിസ്, OSIS, ഓസിസ് എന്താണ്, റിലേറ്റിംഗ് ടു എ ഡിസീസ് പ്രോസസ് കേട്ടോ. റിലേറ്റിംഗ് ടു എ ഡിസീസ് പ്രോസസ്. സി ആൾസോ സിസ്, വേറൊരു വാക്ക് വരുന്നുണ്ട് സിസ് എന്ന് പറഞ്ഞിട്ട്, അതിലേക്ക് നോക്കാം നമുക്ക്. നിങ്ങളിത് പഠിച്ചു വെക്കുക. ഓസിസ് എന്ന് പറയുന്ന മീനിങ് എന്താണ്, റിലേറ്റിംഗ് ടു ഡിസീസ് പ്രോസസ്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ലിവർ സിറോസിസ്. ലിവർ സിറോസിസ്, സിറോസിസ് എന്താണ്, റിലേറ്റിംഗ് ടു ദ ഡിസീസ് ഓഫ് എന്താണ്, ലിവർ അല്ലെ, ലിവർ സിറോസിസ് കേട്ടിട്ടുണ്ടല്ലോ, ആ വാക്ക് കേട്ടിട്ടുണ്ടല്ലോ. ട്യൂബർകുലോസിസ് കേട്ടിട്ടില്ലേ, ട്യൂബർകുലോസിസ് ക്ഷയരോഗം, റിലേറ്റിംഗ് ടു ദ ഡിസീസ് ഓഫ് എന്താണ്, ലങ്സ് അല്ലെ, ലങ്സിനെ ബാധിക്കുന്ന അസുഖം അല്ലെ, ട്യൂബർകുലോസിസ്, ക്ഷയം എന്ന് പറയുന്നത്. ഓക്കെ, അവസാനിക്കുന്ന ഓസിസിനാണ് കേട്ടോ. അത് ഇത്രയേ ഉള്ളൂ, റിലേറ്റിംഗ് ടു എ ഡിസീസ് പ്രോസസ്. ക്ലിയർ. അടുത്തതാണ് ഓസ്റ്റോമി. എന്താണ്, ഓസ്റ്റോമി. ഓസ്റ്റോമി എന്ന് പറഞ്ഞാല് സർജിക്കൽ ക്രിയേഷൻ ഓഫ് എൻ ഓപ്പണിംഗ് ഓർ ഹോൾ അല്ലെ, നമ്മളൊരു എന്താ പറയാ, ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഹോള് നമ്മൾ സർജറിയിലൂടെ ക്രിയേറ്റ് ചെയ്യാണ് കേട്ടോ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓസ്റ്റോമി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രക്കിയോസ്റ്റമി കേട്ടോ. ട്രക്കിയോസ്റ്റമി, ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും എന്താണ്, സർജിക്കൽ ക്രിയേഷൻ ഓഫ് എൻ ഓപ്പണിംഗ് ഇൻ ദ വിൻഡ് ഫൈബർ. ട്രക്കിയയില് നമ്മൾ ചെറിയൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യാണ് എന്താ പറയാ, സർജിക്കൽ പ്രൊസീജിയറിലൂടെ. അപ്പൊ ഓസ്റ്റമി എന്ന് പറഞ്ഞാല് സർജിക്കൽ ക്രിയേഷൻ ഓഫ് എൻ ഓപ്പണിംഗ് ഓർ ഹോൾ കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓട്ടമി, ഓട്ടമി, OTOMY, ഓട്ടമി എന്താണ് ഉദ്ദേശിക്കുന്നത്, സർജിക്കൽ ഇൻസിഷൻ ആണ് കേട്ടോ. എന്താണ്, സർജിക്കൽ ഇൻസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു മുറിവ് പോലെ ഉണ്ടാക്കാം, ചെറിയൊരു മുറിവ് പോലെ ഉണ്ടാക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓട്ടമി ഏതെങ്കിലും ഒരു മെഡിക്കൽ ടേമിന്റെ കൂടെ ഓട്ടമി എന്ന് ചേർത്ത് വരുവാണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് സർജിക്കൽ ഇൻസിഷൻ ആണ് കേട്ടോ. ചെറിയൊരു മുറിവ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അടുത്തതാണ് പതി. പതി അല്ലെ, PATHY നമുക്കറിയാം. നാച്ചുറോപ്പതി, ഹോമിയോപ്പതി, അലോപ്പതി കേട്ടിട്ടുള്ള വാക്കുകളാണ് അല്ലെ. ഡിസീസ് ഓർ എ സിസ്റ്റം ഫോർ ട്രീറ്റിംഗ് ഡിസീസ്, അതായത് സിസ്റ്റം ഓഫ് മെഡിസിൻ ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാതെ. അലോപ്പതി, നാച്ചുറോപ്പതി, ഹോമിയോപ്പതി എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻസ് ആണെങ്കിൽ സിസ്റ്റം ഫോർ ട്രീറ്റിംഗ് ദ ഡിസീസ് ആണ് അല്ലെ. ഓക്കെ, അടുത്തെന്താണിത്, ഫാഗിയ. എന്താണ്,
ഫാഗിയ എന്താണ്? റിലേറ്റീവ് ടു ഈറ്റിംഗ് ഓർ സ്വാലോയിങ്, അതായത് നമ്മൾ കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വിഴുങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് കേട്ടോ ഫാഗിയ. എയറോഫാഗിയ എന്നൊക്കെ പറയുന്നത് എന്താണ്? എയറോഫാഗിയ. അതെ, എയറോഫാഗിയ എന്ന് പറയുമ്പോൾ അവിടെ എന്താ നമ്മള് എയർ ആണ്, എയർ അല്ലെ, വായുവാണ് നമ്മള് ഉള്ളിലേക്ക് വലിക്കുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള വാക്കുകളുണ്ട് ഫാഗിയ കേട്ടോ, റിലേറ്റീവ് ടു ഈറ്റിംഗ് ഓർ സ്വാലോയിങ്. അടുത്തത് ഫാസിയ എന്ന് പറയുമ്പോൾ റിലേറ്റീവ് ടു സ്പീച്ച് കേട്ടോ, സംസാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫാസിയ. ഇതിൽ പലതും നമുക്ക് ഫെമിലിയർ അല്ല, പക്ഷെ മെഡിക്കൽ ഡോക്ടേഴ്സ് അവരൊക്കെ യൂസ് ചെയ്യുന്ന ഇതിന് ഇത് വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഫോബിയ എന്താണ്? കേട്ടിട്ടില്ലേ? ഹൈഡ്രോഫോബിയ, കുറെ ഫോബിയാസ് ഉണ്ട്. പേടിയാണ് ശരിക്കും കേട്ടോ. റിലേറ്റീവ് ടു എൻ ഇറാഷണൽ ഫിയർ ആണ്. അത് തന്നെ, അതായത് അകാരണമായിട്ടുണ്ടാവുന്ന ഭയം. വെറും ഭയമല്ല, നമുക്കൊരു കാരണമില്ലാതെ നമുക്ക് ചിലവർക്ക് ചിലതിനോടൊരു ഭയം ഉണ്ടാവില്ല. അപ്പൊ ഹൈഡ്രോഫോബിയ, വെള്ളത്തിനോടുള്ള ഭയം, അങ്ങനെയൊക്കെ. അപ്പൊ ഫോബിയ എന്ന് പറയുന്നത് റിലേറ്റീവ് ടു എൻ ഇറാഷണൽ ഫിയർ ആണ്, അകാരണമായിട്ടുണ്ടാകുന്ന ഭയമാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പ്ലാസ്റ്റിക്. എന്താണ് പ്ലാസ്റ്റിക്? നമ്മൾ കേട്ടിട്ടുള്ളതാണ് ആൻജിയോപ്ലാസ്റ്റി അല്ലെ, ആൻജിയോപ്ലാസ്റ്റി. പിന്നെ എന്താണ്? പ്ലാസ്റ്റിക് സർജറിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ്? പ്ലാസ്റ്റിക് സർജറിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കെരാറ്റോപ്ലാസ്റ്റി എന്നൊക്കെ നമ്മൾ പറയും. കെരാറ്റോപ്ലാസ്റ്റി, കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, സർജിക്കൽ, അതാണ് കേട്ടോ പ്ലാസ്റ്റിക് സർജറി. ഓക്കെ, സർജറിയാണ് ഉദ്ദേശിക്കുന്നത്, പ്ലാസ്റ്റിക് സർജറി കേട്ടോ. അടുത്തതാണ് ഫെൽജിയ കേട്ടോ, പാരാലിസിസ് കേട്ടോ, അതായത് തളർന്നു പോകുന്ന ഒരവസ്ഥയാണ് കേട്ടോ. തളർന്നു പോകുന്ന അവസ്ഥേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലെച്ചിയ എന്ന് പറയുന്നത് കേട്ടോ. ഫ്ലെച്ചിയ എന്നാണ് പാരാലിസിസ്. ഹീമോഫ്ലെച്ചിയ എന്ന് നമ്മൾ പറയും കേട്ടോ. ഹീമോഫ്ലെച്ചിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാരാലിസിസ് ഓഫ് വൺ സൈഡ് ഓഫ് ദ ബോഡിയാണ്. ഒരു ബോഡിയുടെ ഒരു സൈഡ് പാരലൈസ് ചെയ്ത് പോവാണ്, തളർന്നു പോവാണ്. പ്രത്യേകിച്ച് നമ്മൾ സ്ട്രോക്ക് ഒക്കെ വരുന്ന സന്ദർഭങ്ങളിൽ എന്ത് ചെയ്തു പോകും? ചിലപ്പോൾ പാരലൈസ് ചെയ്ത് പോകും, കറക്റ്റ് ടൈമിന് ട്രീറ്റ്മെന്റ് കിട്ടിയില്ല എന്നുള്ളത് കേട്ടോ. ഫെൽജിയ പാരാലിസിസ് ആണ് കേട്ടോ. എന്താണ്? നിയ എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് ടു ബ്രീത്തിങ് ആണ് കേട്ടോ, അതായത് നമ്മുടെ ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡിസ്നിയ എന്ന് പറഞ്ഞ എന്താണ്? ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആണ് കേട്ടോ. നിയ റിലേറ്റീവ് ടു ബ്രീത്തിങ്. ഓക്കെ, ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡിസ്നിയ എന്ന് പറയും. ഓക്കെ, റിലേറ്റീവ് ടു ബ്രീത്തിങ് ആണ്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടിനെയാണ് നമ്മൾ പറയുന്നത്. ടോസിസ് എന്താണ്? ഡ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? തൂങ്ങിക്കിടക്കാം, തൂങ്ങി വരിക, അല്ലെങ്കിൽ തള്ളി വരിക എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. എക്സാമ്പിള് നിങ്ങൾക്ക് പറയാവുന്നത് ബ്ലിഫാറോപ്റ്റിസിസ്. ബ്ലിഫാറോപ്റ്റിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ? ഡ്രൂപ്പിംഗ് ഓഫ് ഐലിഡ്. നമ്മള് ബ്ലിഫാറോ പഠിച്ചിട്ടില്ലേ? ബ്ലിഫാറോപ്ലാസ്റ്റി എന്നൊക്കെ നമ്മള് നേരത്തെ പഠിച്ചിരുന്നു. നമ്മള് എന്താണ്? ഐലിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കൺപോളയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബ്ലിഫാറോപ്റ്റിസിസ് എന്നൊക്കെ പറയാറുണ്ട്. അതായത് ഡ്രൂപ്പിംഗ് ഓഫ് ഐലിഡ്സ് ആണ്, കൺപോള ഇങ്ങനെ തൂങ്ങി വരുന്ന ഒരവസ്ഥയാണ് കേട്ടോ. അടുത്തതാണ് റേജ്. ഹെമറേജ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഹെമറേജ്, അതെ, റേജ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓർ ഡിസ്ചാർജ് കേട്ടോ. അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓർ ഡിസ്ചാർജ്. ഹെമറേജ് എന്നൊക്കെ പറയുന്നത് എന്താണ്? അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓഫ് ബ്ലഡ് അല്ലെ, തലയ്ക്കൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലെ ഹെമറേജ് അല്ലെ. ബ്ലഡ് പറയുന്ന രക്തക്കുഴലിൽ കൊട്ടിയിട്ട് ഭയങ്കരമായിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അല്ലെ. സോ ഓക്കെ, ഹെമറേജ് ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. റേജ് എന്നാണ് അവസാനിക്കുന്നത് അല്ലെ. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓർ ഡിസ്ചാർജ് കേട്ടോ. അടുത്തത് രാജിയ, ഹെമറാജിയ. ഇതിന്റെ വാക്ക് നമുക്ക് പറയാം, ഹെമറാജിയ. സെയിം മീനിങ് ആണ് കേട്ടോ. അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓർ ഡിസ്ചാർജ്. ഓക്കെ, നമ്മൾ അതിൽ മാർക്ക് ചെയ്തത് 12, 15, 23, 24, 25 and 27. ഓക്കെ, ഫോബിയ പേടിയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞിരുന്നു ഫോബിയ എന്താണ്? റിലേറ്റിംഗ് ടു എൻ ഇറാഷണൽ ഫിയർ ആണ് കേട്ടോ, അകാരണമായിട്ടുണ്ടാവുന്ന ഭയം. ഹൈഡ്രോഫോബിയ, ഹൈഡ്രോ എന്ന് പറയുന്ന എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? പഠിച്ചതാണ്. ഹൈഡ്രോ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? വാട്ടർ. യെസ്, വാട്ടർ ആണ് അല്ലെ. ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞ എന്താണ്? വെള്ളത്തോടുള്ള അകാരണമായ ഭയം. ഓക്കെ, ഹൈഡ്രോഫോബിയ നമ്മൾ ഈ എപ്പിലെപ്സിക്കുള്ള ആൾക്കാരില്ലേ, അപസ്മാരം ഒക്കെ ഉള്ള രോഗികൾക്ക് അവർ വെള്ളത്തിലേക്ക് പോകരുതെന്നാണ് ഹൈഡ്രോഫോബിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരും. എന്നുവെച്ചാൽ വെള്ളത്തിൽ പോകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ സംഭവിക്കും. ഓക്കെ, ക്ലിയർ.
നെക്സ്റ്റ് പേജിലോട്ട് പോയാലോ നമുക്ക്. നെക്സ്റ്റ് പേജില് എന്താണ് അതിര നമ്മൾ പറഞ്ഞതാണല്ലോ, ഫ്ലോക്സസ്. ഫ്ലോക്സസ് എന്ന് വെച്ചാൽ ഡ്രൂപ്പിംഗ് ആണ്. ഡ്രൂപ്പിംഗ്, തൂങ്ങിക്കിടക്കുക കേട്ടോ. ഡ്രൂപ്പിംഗ്, അതായത് ബ്ലിഫാറോപ്റ്റിസിസ് എന്നൊക്കെ എന്താണ് മാർക്ക് ചെയ്തത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടെ, ഞാൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ക്ലാസ്സില്. സോ നിങ്ങൾ ശ്രദ്ധിക്കാട്ടോ, ഇടയ്ക്ക് കയറി വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് കേട്ടോ. ഇതിൽ മാർക്ക് ചെയ്തത് 12 കേട്ടോ. 12, 15, 15, 23, 24, 25, 27 കിട്ടിയോ? 12, 15, 23, 24, 25, 27 കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് പേജിൽ നമ്മൾ എന്ത് തീരാണ്? സഫിക്സ് തീരാണ് കേട്ടോ. ഇനി നമുക്ക് 30 തൊട്ട് 37 വരെയുള്ളത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കാൻ പറയാം കേട്ടോ. ഏതൊക്കെയാ നോക്കാം. 32, 32 കേട്ടോ. 32 മാർക്ക് ചെയ്തോളൂ. 32, 33, 33, 33, then 36 കേട്ടോ. 36. ഓക്കെ, 36, 36 കിട്ടിയോ? ആ ഒരു പേജില് സഫിക്സിന്റെ നമ്മള് 32, 33, 36 കേട്ടോ. കിട്ടിയില്ലോ? ഓക്കെ, സഫിക്സ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ സഫിക്സുകൾ മാർക്ക് ചെയ്തത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും സ്കിപ്പ് ആയിട്ടുണ്ടെങ്കിൽ മാർക്ക് ചെയ്തിരിക്കാം കേട്ടോ. നമുക്കിതൊന്ന് വായിച്ചിട്ട് പറയാം കേട്ടോ. 30, റാഫി അല്ലെ. റാഫി എന്താണ്? സ്വിച്ചർ എന്നാണ് കേട്ടോ. സ്വിച്ചർ ഓഫ് അല്ലെങ്കിൽ റിപ്പയർ ഓഫ്. സ്വിച്ചർ ഓഫ് എന്ന് വെച്ചാൽ എന്താ? തുന്നണൊക്കെ പറയണം, തുന്ന എന്നുള്ള അർത്ഥം കേട്ടോ. അല്ലെങ്കിൽ റിപ്പയർ ഓഫ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. റാഫി ഏതെങ്കിലും ഒരു മെഡിക്കൽ ടേമിന്റെ കൂടെ റാഫി എന്ന് ചേർന്ന് വരികയാണെങ്കിൽ ആ സ്വിച്ചർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഓർഗൻ അല്ലെങ്കിൽ റിപ്പയർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഓർഗൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് റിയ. റിയ എന്താണ്? ഡയേറിയ കേട്ടിട്ടില്ലേ? ഡയേറിയ എന്താണ്? റിയ എന്ന വാക്ക് എന്താണ്? ഫ്ലോ ഓർ ഡിസ്ചാർജ്. എന്താണ്? ഫ്ലോ ഓർ ഡിസ്ചാർജ് കേട്ടോ. ഡയേറിയ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും വയറിളക്കമാണ് അല്ലെ. അതായത് നമ്മുടെ വയറിൽ വരുന്ന ഡിസ്ചാർജ്, അമിതമായിട്ട് വരുന്ന ഡിസ്ചാർജ്, ഫ്ലോ, അതിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഡയേറിയ ഓർത്താൽ മതി കേട്ടോ. ഫ്ലോ ഓർ ഡിസ്ചാർജ്. ഓക്കെ, അടുത്തതാണ് സ്കോപ്പ്. സ്കോപ്പ് പല സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈസ് ഫോർ എക്സാമിനേഷൻ. അതെ, മൈക്രോസ്കോപ്പ്, എൻഡോസ്കോപ്പ് പഠിച്ചില്ലേ നമ്മള്? എൻഡോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പ് അല്ലെ. എന്ന് വെച്ചാൽ അതിന് ഉപയോഗിക്കുന്ന ആ ഒരു ഡിവൈസ്, ആ മെഷീനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഡിവൈസ് ഫോർ എക്സാമിനേഷൻ. ടെലിസ്കോപ്പ് ശരിയാണ്. ഓക്കെ, അപ്പൊ എന്താണ്? എൻഡോസ്കോപ്പ്, അതുപോലെ തന്നെ ബ്രോങ്കോസ്കോപ്പ് ഒക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഡിവൈസ് ഫോർ ദ എക്സാമിനേഷൻ. ഓക്കെ, സ്കോപ്പി അല്ല, സ്കോപ്പ്. സ്കോപ്പ് എന്ന് പറയുമ്പോൾ ആ ഡിവൈസ് ആണ്, ഉപകരണത്തിനെയാണ് കേട്ടോ സ്കോപ്പ് എന്ന് പറയുന്നത്. മാറിപ്പോകരുത്. എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് പ്രൊസീജിയർ ആയിട്ട് മാറും. വ്യത്യാസം മനസ്സിലായോ? എൻഡോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്നത് ഉപകരണമാണ് കേട്ടോ, ഡിവൈസ് ആണ്. ഡിവൈസ് ഫോർ എക്സാമിനേഷൻ. അതേസമയം എൻഡോസ്കോപ്പ് എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ആ പ്രൊസീജിയറിനെയാണ് നമ്മൾ എൻഡോസ്കോപ്പി, ബ്രോങ്കോസ്കോപ്പി അങ്ങനെ പറയുന്നത്. അപ്പൊ PY ചേർക്കും. ഓക്കെ, രണ്ടും അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്കോപ്പ്, ഡിവൈസ് ഫോർ എക്സാമിനേഷൻ. സ്കോപ്പി എന്ന് പറയുമ്പോൾ എക്സാമിനേഷൻ വിത്ത് എ ഡിവൈസ്, ദാറ്റ് മീൻസ് പ്രൊസീജിയർ ആണ്. ആ ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ചെയ്യുന്ന പ്രൊസീജിയർ ഉണ്ടല്ലോ, അതിനെയാണ് സ്കോപ്പി, എൻഡോസ്കോപ്പി, ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. ഗ്രാഫും പോലെയുള്ള ഒരു വ്യത്യാസമാണ് അവിടെ കേട്ടോ. ക്ലിയർ? അടുത്തത് സിസ്. സിസ് നമ്മൾ നേരത്തെ ഒരു ഇതിനകത്ത് പറഞ്ഞിരുന്നു. എ പ്രോസസ് അല്ലെങ്കിൽ ആക്ഷൻ ഓർ കണ്ടീഷൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. എ പ്രോസസ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഓർ കണ്ടീഷൻ. ഓക്കെ, സിസ്. സിസ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ മെഡിക്കൽ ടേം ദാറ്റ് റെഫേഴ്സ് ടു എ പ്രോസസ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്, ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ. ചിലപ്പോൾ ഒരു ഡിസീസ് കണ്ടീഷൻ ആയിരിക്കാം, രോഗാവസ്ഥയായിരിക്കാം, അതിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ എന്തോ പറഞ്ഞപ്പോ സി ആൾസോ സിസ് എന്ന് പറഞ്ഞു, ഓസിസ് എന്ന് പറഞ്ഞില്ലേ? ഓസിസ് റിലേറ്റിംഗ് ടു എ ഡിസീസ് പ്രോസസ്. സി ആൾസോ സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിസ് ആണ് ഈ കിടക്കുന്നത് കേട്ടോ. അതിന്റെ അർത്ഥം ഏകദേശം സിമിലർ ആണ്. എ പ്രോസസ്, ആക്ഷൻ ഓർ കണ്ടീഷൻ. ഓക്കെ, സിസ് എന്ന് പറഞ്ഞാലും സിസ് എന്ന് പറഞ്ഞാലും ഇതേ മീനിങ് ആണ് വരുന്നത് കേട്ടോ. അടുത്തതാണ് ടാക്സിസ്. എന്താണ്?
ടാക്സിസ് എന്താണ് ഓർഡർ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ്. ഓക്കെ, ഓർഡർ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ ടാക്സിസ്. ഓക്കെ, അടുത്തതാണ് ട്രോഫിക്. ട്രോഫിക് എന്താണ് റിലേറ്റിംഗ് ടു ന്യൂട്രീഷൻ, പോഷകവുമായിട്ട് ബന്ധപ്പെട്ടത്. റിലേറ്റിംഗ് ടു ന്യൂട്രീഷൻ നമ്മൾ ഈ ബയോളജിക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആഹാര ശൃംഖല പഠിക്കൂലേ, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് ട്രോപ്പിക്, ഓരോ ട്രോപ്പിക് തലങ്ങൾ എന്നും പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ട്രോപ്പിക് എന്ന് പറഞ്ഞാല് ഇല്ലേ പഠിക്കുന്നില്ലേ? ഓക്കെ, ട്രോപ്പിക് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ടു ന്യൂട്രീഷൻ ആണ് കേട്ടോ, ഓരോ പോഷക തലം. നമ്മൾ അവിടെ ഞാൻ മറ്റേ നമ്മുടെ സ്കൂളിലത്തെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ട്രോപ്പിക് ലെവലുകൾ പഠിക്കില്ലേ, ആഹാര ശൃംഖല പഠിക്കുമ്പോൾ, ഫുഡ് ചെയിൻ പഠിക്കുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് കേട്ടോ. ട്രോഫിക് റിലേറ്റീവ് ടു ന്യൂട്രീഷൻ, പോഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തതാണ് യൂറിയ. യൂറിയ എന്താണ് റിലേറ്റിംഗ് ടു എ സബ്സ്റ്റൻസ് ഇൻ ദ യൂറിൻ ഓർ ദ കണ്ടീഷൻ സോ ഇൻഡിക്കേറ്റഡ്. യൂറിൻ അല്ല കേട്ടോ, യൂറിയ ആണ്. യൂറിയ, യൂറിയ അതായത് നമ്മൾ പറയുന്ന സഫിക്സ് ആണ്. ഏതെങ്കിലും ഒരു മെഡിക്കൽ ടേമിനോട് അനുബന്ധിച്ചതിന്റെ വാല്യൂ പോലെ യൂറിയ എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? റിലേറ്റിംഗ് ടു എ സബ്സ്റ്റൻസ് ഇൻ ദ യൂറിൻ ഓഫ് ദ കണ്ടീഷൻ സോ ഇൻഡിക്കേറ്റഡ് കേട്ടോ. യൂറിനുള്ള യൂറിനുള്ള സബ്സ്റ്റൻസ് എന്നാവൂല്ലേ ഹാരോട് ഉദ്ദേശിച്ചത്? അപ്പൊ കറക്റ്റ് ആണ് കേട്ടോ. ഞാൻ യൂറിയ എന്ന് പറഞ്ഞ് ഓക്കെ മനസ്സിലായി, കുഴപ്പമില്ല. ശരിയാണ്. അപ്പൊ യൂറിനകത്തുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ്, ഇപ്പൊ ആൽബുമിനൂറിയ, ആൽബുമിനൂറിയ എന്ന് പറയുന്നത് എന്താണ്? പ്രസൻസ് ഓഫ് ആൽബുമിൻ ഇൻ ദ യൂറിൻ എന്നർത്ഥമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ റിലേറ്റീവ് ടു എ സബ്സ്റ്റൻസ് ഇൻ ദ യൂറിൻ or the condition so indicated. Okay, clear ആണോ നിങ്ങൾക്ക്? നമുക്ക് സഫിക്സ് ഞാൻ മാർക്ക് ചെയ്ത ഭാഗങ്ങള് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. കോമൺ സഫിക്സ് അധികം ഇല്ല, നമുക്ക് 1 മുതൽ എത്ര വരെയുള്ളൂ? 37 വരെ വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതിനകത്ത് മാർക്ക് ചെയ്തത് ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയാണ്. സഫിക്സ് ആണ് കേട്ടോ പറയണേ. 1, 4, 6, 8, 12, 15, 23, 24, 25, 27, 32, 33, 36. കിട്ടിയില്ലേ എല്ലാവർക്കും? അബ്ദുള്ള കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ശരി, ഇനി ഒന്നുകൂടെ പറയണ്ടല്ലോ? ഓക്കെ ആണല്ലോ? സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഈ മാർക്ക് ചെയ്യുന്നത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അതിന് വല്ല ക്വസ്റ്റ്യൻ വന്നിട്ട് എഴുതാതിരിക്കരുത് കേട്ടോ. ശരി, അപ്പൊ നമ്മള് പ്രിഫിക്സ് കണ്ടു, സഫിക്സ് കണ്ടു. ഇനി നമ്മൾ ആരിലേക്ക് പോവാണ്? കോമൺ റൂട്ട് വേർഡ്സിനകത്തേക്ക് പോവാണ് കേട്ടോ. റൂട്ട് വേർഡ്സ് ഏകദേശം നമുക്ക് 1 മുതൽ കുറച്ചധികം ഉണ്ട്, 79 വരെ ഉണ്ട് കേട്ടോ. 29 വരെ റൂട്ട് വേർഡ്സ് ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് മാർക്ക് ചെയ്തോളൂ. കോമൺ റൂട്ട് വേർഡ്സ് ആദ്യത്തെ പേജ് ആണ് പറയുന്നത് കേട്ടോ. 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിൽ മാർക്ക് ചെയ്യാം. 5 മാർക്ക് ചെയ്യാം കേട്ടോ. കോമൺ റൂട്ട് വേർഡ്സ് ആണ് 5, 7, 8, 9, 10. കിട്ടിയോ? 5, 7, 8, 9, 10. ഓക്കെ, കോമൺ റൂട്ട് വേർഡ്സ്. റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഇസ് ദ ഫണ്ടമെന്റൽ ഓർ ചീഫ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൂട്ട് വേർഡ് എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ നോക്കാം. റൂട്ട് വേർഡ്സ് ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ചില റൂട്ട് വേർഡ്സുകൾ നമ്മൾ പ്രിഫിക്സ് ആയിട്ടും സഫിക്സ് ആയിട്ടും ഉപയോഗിക്കാറുണ്ട് എന്നും നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചിലതിൽ ഹൈഫൺ ഒക്കെ കാണാം. അപ്പൊ അത് പ്രിഫിക്സ് അല്ലേ, അത് സഫിക്സ് അല്ലേ എന്ന് വിചാരിക്കാം. ചില റൂട്ട് വേർഡ്സ് ചില സിറ്റുവേഷനിൽ നമ്മൾ ഒരു പ്രിഫിക്സ് പോലെ സഫിക്സ് പോലെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം റൂട്ട് വേർഡ് കേട്ടോ. ഒന്നാമത്തെ എക്കൗ. അക്കൗസ്റ്റിക്സ് കേട്ടിട്ടില്ലേ? അക്കൗസ്റ്റിക്സ് തിയേറ്ററിലൊക്കെ പോകുമ്പോ അക്കൗസ്റ്റിക്സ്. ഹിയർ കേട്ടോ, അതാണ് ശബ്ദമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എക്കൗസ് എന്ന് പറയാം. എക്കൗസ് ഇല്ല കേട്ടോ. എക്കൗ എന്ന് പറയുമ്പോ ഹിയർ ആണ് കേട്ടോ അർത്ഥപ്പെടുന്നത്. അടിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫാറ്റ് കേട്ടോ. ആഡിപ്പോസ് ടിഷ്യൂ കേട്ടിട്ടുണ്ടോ? ആഡിപ്പോസ് ടിഷ്യൂ കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ കേട്ടോ, ആഡിപ്പോസ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
കണക്റ്റീവ് ടിഷ്യൂ ആണ് ദാറ്റ് കൺസിസ്റ്റിംഗ് ഫാറ്റ് കേട്ടോ. ഓക്കെ, കേട്ടിട്ടില്ല, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ സംഭവമുണ്ട്. അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് കേട്ടോ. ആ ടിഷ്യൂവിനകത്ത് നിറഞ്ഞിരിക്കുന്നത് മുഴുവൻ ഫാറ്റ് ആണ്, കൊഴുപ്പാണ്. ഓക്കെ, അപ്പൊ അഡിപ്പ് എന്ന് പറയുമ്പോൾ ഫാറ്റ് കേട്ടോ, ഫാറ്റ് കൊഴുപ്പ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അടുത്തത് ആൽബ്. ആൽബ് എന്താണ്? വൈറ്റ്. നമ്മള് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ ആൽബിനിസം പഠിച്ചത് ഓർമ്മ. എന്താണ് ആൽബിനിസം എന്ന് പറയുന്നത്? വെള്ളപ്പാണ്ടിനെയാണ് നമ്മൾ ആൽബിനിസം എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ആൽബ് എന്ന് പറയുമ്പോൾ വൈറ്റ് ആണ് എന്ന് നിങ്ങളൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ആൽബിനിസം, വെള്ളപ്പാണ്ട് എന്ന് പറയുന്ന പേരാണ് ആൽബിനിസം ഇംഗ്ലീഷില്. ആൽബ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ മീനിങ് പെട്ടെന്ന് കിട്ടും. വൈറ്റ് കേട്ടോ, വൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തതാണ് ആൽജസ്. ആൽജസ് എന്താണ്? പെയിൻ. എന്താണ്? പെയിൻ. പെയിൻ. ഓക്കെ, ആൽജസ് പെയിൻ ആണ്, റിലേറ്റീവ് ടു പെയിൻ ആണ്, റിഫേഴ്സ് ടു പെയിൻ എന്ന മീനിങ്. ആൻട്ര. ആൻട്ര എന്ന് പറയുന്നത് എന്താണ്? മെയിലാണ്. നമ്മൾ ഓർക്കാം ആൻഡ്രോജൻ അല്ലെ? ആൻഡ്രോജൻ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാതെ എന്താണ്? പുരുഷന്മാരുടെ ഹോർമോൺ ആണ് അല്ലെ? ആൻഡ്രോജൻ. ആൻഡ്ര എന്താണ്? മെയിലാണ് കേട്ടോ, മെയിലാണ് ഉദ്ദേശിക്കുന്നത്. അയോട്ട. അയോട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മഹാധമനി എന്നൊക്കെ പറയും. അയോട്ട നമ്മുടെ ഹാർട്ടിലുള്ള ഒരു ധമനിയാണ് മഹാധമനി എന്നാണ് പറയാ. ലാർജ് ആർട്ടറി. ആർട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ധമനിയാണ് കേട്ടോ. ലാർജ് ആർട്ടറി എന്താണ്? എക്സൈറ്റിംഗ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓഫ് ദ ഹാർട്ട്. നമ്മുടെ ഹാർട്ടിന് 4 അറകൾ ഉണ്ടല്ലോ. 4 അറകളുണ്ട്. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, അങ്ങനെ 4 അറകളുണ്ട്. മുകളിലെ അറകളെയാണ് നമ്മൾ ഏട്രിയം, ഓറിക്കിൾസ് എന്ന് പറയും. താഴത്തേന് വെൻട്രിക്കിൾസ് എന്നാണ് പറയാ. അയോട്ട എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലാർജ് ആർട്ടറി, ഏറ്റവും വലിയ ധമനിയാണ് കേട്ടോ, മഹാധമനിയാണത്. ദാറ്റ് ഈസ് എക്സൈറ്റിംഗ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓഫ് ദ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിൾ. വെൻട്രിക്കിൾ എന്ന് പറയുമ്പോൾ താഴത്തെ അറകളാണ് കേട്ടോ. അപ്പൊ അതിലെ ലെഫ്റ്റിലുള്ള താഴത്തെ അറയിൽ നിന്ന് എന്താ പറയാ, പുറത്തേക്ക് വരുന്ന, അവിടെ നിന്ന് എക്സൈറ്റ് ചെയ്ത് വരുന്ന ഒരു വലിയൊരു ആർട്ടറിയാണ് അയോട്ട എന്ന് പറയുന്നത്. അതിലൂടെയാണ് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എന്ത് പോകുന്നത്? ബ്ലഡ് പാസ് ചെയ്ത് പോകുന്നത് കേട്ടോ. അയോട്ട. ഓക്കെ, മഹാധമനിയാണ് കേട്ടോ. ഓക്കെ, അക്വ. അക്വ നമ്മൾ ഹൈഡ്രോ പറഞ്ഞ പോലത്തെ ഒരു വാക്കാണ്. അക്വാമാൻ. അക്വാമാൻ ഒരു സിനിമയില്ലേ? അക്വ വാട്ടർ ആണ് കേട്ടോ. ഓക്കെ, വാട്ടർ. വാട്ടർ ആണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ആസ്ഫിക്സിയ. ആസ്ഫിക്സിയ എന്താണ്? lack of oxygen or excess of carbon dioxide in the body that results in unconsciousness. ഒന്നിരിക്കും lack of oxygen, ഓക്സിജന്റെ അഭാവം. ഇങ്ങനെ അല്ലെങ്കിൽ എന്ത് നമുക്ക് പറയാം? excess of carbon, അതന്നെ ഓക്സിജനേറ്റ് കുറവ് എന്നൊക്കെ നമ്മൾ പറയില്ല. തന്നെ lack of oxygen, ഓക്സിജൻ കുറയുക, അല്ലെങ്കിൽ excess of carbon dioxide, കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ശരീരത്തിൽ കൂടുക. എന്തായിരിക്കും റിസൾട്ടിങ്? ദാറ്റ് റിസൾട്ട്സ് ഇൻ അൺകോൺഷ്യസ്നെസ്, അബോധാവസ്ഥയിലാണ്. ആസ്ഫിക്സിയ എന്നാണ് നമ്മളത് പറയുക കേട്ടോ. ആസ്ഫിക്സിയ എന്ന വാക്ക് മെഡിക്കൽ ടേം ഡോക്ടേഴ്സ് പറയുന്നുണ്ടെങ്കിൽ അർത്ഥം ലാക്ക് ഓഫ് ഓക്സിജൻ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അൺകോൺഷ്യസ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അസ്തൻ. അസ്തൻ എന്ന് പറയുമ്പോൾ വീക്ക് ആണ് കേട്ടോ. വീക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലാക്ക് ഓഫ് എനർജി ഓർ സ്ട്രെങ്ത് എന്നൊക്കെ പറയാം. വീക്ക് ആയത്, വളരെ ക്ഷീണമായത്, ലാക്ക് ഓഫ് എനർജി ഓർ സ്ട്രെങ്ത് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ അസ്തൻ. ഓക്കെ, ഓഡിബിൾ. ഓഡിബിൾ എന്നൊക്കെ നമ്മൾ പറയും. ഓഡി എന്താണ്? ടു ഹിയർ അല്ലെ? കേൾക്കുക, ടു ഹിയർ. ഓക്കെ, അപ്പൊ അതിനെന്ത് മാർക്ക് ചെയ്തത്? 5, 7, പിന്നെ 8, 9, 10. ഓക്കെ, നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് പേജിലോട്ട് പോവാം. മാർക്ക് ചെയ്തോളൂ. നമ്മൾക്ക് അവിടെ 11 തൊട്ട് 29 വരെയാണ് കേട്ടോ പേജിനകത്തുള്ളത്. അതിൽ മാർക്ക് ചെയ്യാം കേട്ടോ. 15, 15. 15 മാർക്ക് ചെയ്യാം. 15, 17, 17, 17, 17. 19, 19, 19, 19. പിന്നെന്താണ്? 23, 23, 23, 27, 27. കിട്ടിയോ? ഓക്കെ, ഒന്നുകൂടെ പറയാണ് കേട്ടോ. 15, 15, 17, 17, 19, 23, 27. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഷിഫിന കറക്റ്റ് ആണ്. മാർക്ക് ചെയ്തല്ലോ. ശരി, നമുക്ക് വായിക്കാം കേട്ടോ. അടുത്തതാണ് ബ്രോങ്ക്. നമ്മൾ പലപ്പോഴും കേൾക്കുള്ള വാക്ക
ബ്രോങ്കൈറ്റിസ് കേട്ടിട്ടില്ലേ? ബ്രോങ്കൈറ്റിസ് എന്താണ്? നമ്മുടെ ശ്വാസനാളത്തിന് വരുന്ന പ്രശ്നമാണ് കേട്ടോ. ബ്രോങ്ക് എന്ന് പറയുന്നത് മെഡിക്കൽ ടേം ദാറ്റ് റെഫേഴ്സ് ടു വിൻഡ് പൈപ്പ്. വിൻഡ് പൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വിൻഡ് പൈപ്പ്, നമ്മുടെ ശ്വാസനാളമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. പൈപ്പ് പോലെ അല്ലേ ഇരിക്കുന്നത്. ഓക്കെ, വിൻഡ് പൈപ്പ് അതിലൂടെ പോകുന്നത് വായുവാണ് അല്ലെ. അപ്പൊ ചോദിക്കാം കേട്ടോ, വിൻഡ് പൈപ്പ് എന്താണ്? ബ്രോങ്ക് ആണ് കേട്ടോ വിൻഡ് പൈപ്പ്. ഓക്കെ, പക്ക് എന്ന് പറഞ്ഞ ചീക്കാണ്, കവിള് കേട്ടോ, കവിള്, പക്ക്. ഓക്കെ, ചീക്ക്. ബർസ എന്താണ്? പൗച്ച് ഓർ സാക്ക് കേട്ടോ. പൗച്ച് ഓർ സാക്ക് അല്ലെങ്കിൽ സ്മോൾ ഫ്ലൂയിഡ് ഫീൽഡ് സാക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. സ്മോൾ ഫ്ലൂയിഡ് ഫീൽഡ് സാക്ക്, പൗച്ച്, സഞ്ചി എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. കാലസ് നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത വാക്കുകളാണ് കേട്ടോ, അതൊക്കെ മെഡിക്കൽ ടേംസ് ആണ്. കാലസ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ഹാർഡ് അല്ലെങ്കിൽ തിക്ക് സ്കിൻ, ആൾസോ എ മെഷ്വർക്ക് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഫോംസ്. അതായത് തിക്കൻഡ് ഏരിയ ഓഫ് സ്കിൻ ആണ്, ഹാർഡ് ഏരിയ ഓഫ് സ്കിൻ ആണ് കാലസ്. നമ്മൾ എന്തെങ്കിലും എന്താ പറയാ, ആൾസോ നെറ്റ്വർക്ക് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഫോംസ്. തിക്കൻ ഏരിയ ഓഫ് സ്കിന്നിന് നമ്മൾക്ക് ചില ഭയങ്കരമായിട്ട് പ്രഷറൊക്കെ നമ്മൾ ചെലുത്തുമ്പോൾ നമ്മുടെ കയ്യിൽ തയമ്പൊക്കെ വരില്ല. നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴേ, നമ്മുടെ പ്രത്യേകിച്ച് കൈപ്പത്തിയിലൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്നത്, ആ കൈയുടെ ആ വിരലിന്റെ തൊട്ട് ആ ഭാഗത്ത് നിങ്ങൾ തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും അവിടെ സ്കിൻ എന്തായിരിക്കും, ഭയങ്കര കട്ടിയായിട്ടല്ലേ ഇരിക്കാം. സ്ഥിരം അതുപോലെ ഡ്രൈവർമാര് അവര് സ്റ്റിയറിംഗ് ഒക്കെ പിടിക്കും, നമ്മൾ എന്ത് കാര്യം സ്ഥിരം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ തയമ്പ് പോലെ വരും. അവിടുത്തെ സ്കിന്ന് സ്മൂത്തായിരിക്കും, കുറച്ച് ഹാർഡനായിരിക്കില്ലേ. ആ അവസ്ഥയാണ് കേട്ടോ കാലസ്. ഹാർഡ് തിക്ക് സ്കിന്ന്, ആൾസോ എ മെഷ്വർക്ക് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഫോംസ് കേട്ടോ. പ്രഷർ കൊടുക്കുന്നത് മൂലം ഉണ്ടാവുന്ന ആ സ്കിന്നിന്റെ തിക്കന്റെ ഏരിയനാണ് ഉദ്ദേശിക്കുന്നത്. കാർസിൻ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയ മാർക്കാണ്. കാർസിനോജൻ, അത് തന്നെ വെച്ചു, തൈമ്പ് വരും അല്ലെ. ഓക്കെ, ഒന്നും വേണ്ട, നമ്മൾ ബസ്സിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന നമ്മൾ ബസ്സിലെ കമ്പികൾ പിടിച്ച് ഡെയിലി പോകുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ കയ്യിലൂടെ തൈമ്പ് വരും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ, അപ്പൊ നോക്കാം. കാർസിൻ എന്താണ്? ക്യാൻസർ ആണ് കേട്ടോ, ക്യാൻസർ. ഓക്കെ, കാർസിനോജനിക് നമ്മൾ പഠിച്ചതാണ് അത് കേട്ടോ, ക്യാൻസർ ആണ്. കരോട്ടിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക് ആണ് കേട്ടോ. നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന നെക്കിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന ആർട്ടറീസ് കേട്ടോ, ധമനിയുടെ ഭാഗമാണ് കരോട്ടിഡ് എന്ന് പറയുന്നത് കേട്ടോ, കരോട്ടിഡ്. ഓക്കെ, അടുത്തതാണ് കാർപ്പസ് എന്ന് പറഞ്ഞാല് റിസ്റ്റ് ആണ് കേട്ടോ. കാർപ്പൽ ടണൽ സിൻഡ്രം അങ്ങനെ സംഭവം, കാർപ്പൽ ടണൽ സിൻഡ്രം അതായത് ഒരു വല്ലാത്തൊരു റിസ്റ്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു പെയിൻ ആണ്, അതിശക്തമായിട്ടുള്ള ഒരു പെയിൻ ആണ്. കാർപ്പൽ ടണൽ സിൻഡ്രം എന്നാണ് പറയാ. കാർപ്പസ് എന്ന വാക്ക് എന്താണ് മീൻ ചെയ്യുന്നത്? റിസ്റ്റ് എന്നാണ്, കൈത്തണ്ട. റിസ്റ്റ് വാച്ച് എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മുടെ കൈത്തണ്ട അല്ലെ, റിസ്റ്റ് എന്താ. ഓക്കെ, അടുത്തതാണ് സെന്റ് എന്താണ്? A fraction in the metric system 100 or 100 ഇതാണ് ഉദ്ദേശിക്കുന്നത് സെന്റ്. സെന്റിമീറ്റർ സെന്റിഗ്രേഡ് എന്നൊക്കെ നമ്മൾ പറയും. 100ൽ പറയുന്നത് ഒരു സിസ്റ്റം ആണ് കേട്ടോ, മെട്രിക് സിസ്റ്റം ആണ്. അടുത്തതാണ് സെന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടു പങ്ക്ചർ. എന്താണ് ടു പങ്ക്ചർ? ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എ ബോഡി ക്യാവിറ്റി കേട്ടോ, അതാണ് എ ബോഡി ക്യാവിറ്റി. സെന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർജിക്കൽ പ്രൊസീജിയർ ദാറ്റ് ഇൻവോൾവ്സ് പങ്ക്ചറിങ് എ ബോഡി പാർട്ട് ആണ് കേട്ടോ. പങ്ക്ചർ ചെയ്യുക, നേരത്തെ പറഞ്ഞില്ലേ, കുത്താം അല്ലെങ്കിൽ ഒരു ചെറിയൊരു എന്താ പറയാ സുഷിരമുള്ള, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ സെന്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് ദ പ്രൊസീജിയർ ദാറ്റ് മേക്ക് എൻ ഇൻസിഷൻ അല്ലെങ്കിൽ ദാറ്റ് മേക്ക് എ പങ്ക്ചർ ഇൻ ടു ദ ബോഡി. ഓക്കെ, ബോഡിയിൽ ചെറിയൊരു പങ്ക്ചർ ചെയ്യുന്നതിനാണ് സെന്റി. അടുത്തതാണ് സിലി എന്താണ്? ഐലിഡ്, കൺപോളയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മള് സീലിയറി പേശികൾ പറയാറുണ്ട്. സീലിയറി പേശികൾ നമ്മുടെ കണ്ണിന് നമ്മുടെ ആ ഒരു കൺപോളയുമായിട്ട് ബന്ധപ്പെട്ട കണ്ണിൻപോള അടയ്ക്കാനും തുറക്കാനൊക്കെ ആ ഒരു പേശി ഉണ്ട്, അതിന് നമ്മൾ സീലിയറി പേശികൾ എന്നാണ് പറയാ കേട്ടോ. കറക്റ്റ് ആണ് ഹരോൾഡ് ഗ്ലിഫാറോ, അതും കറക്റ്റ് ആണ്. ഗ്ലിഫാറോപ്ലാസ്റ്റി നമ്മൾ പറഞ്ഞല്ലോ, ഐലിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ഓക്കെ, സിലിയും എന്താണ്? സീലിയറി പേശികളുണ്ട് കേട്ടോ, സീലിയറി പേശികൾ കണ്ണിൽ വരുന്ന പേശികളാണ്. സിലി എന്ന് പറയുന്നത് ഐലിഡ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് ക്ലെയിഡ് സ്ലാഷ് ആണ് അവിടെ വരുന്ന ബ്രാക്കറ്റ് വെച്ചിട്ടാണ് സ്ലാഷ് ഓന്നിട്ടുള്ളൂ കേട്ടോ. അതായത് ഓന്ന് പറഞ്ഞ കമ്പൈനിങ് വവ്വലാണ്. ക്ലാവിക്കിൾ ആണ് കേട്ടോ, ക്ലാവിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ എന്താ പറയാ കഴുത്തിന്റെ ഭാഗത്തൊക്കെ ഉള്ള ഒരു അസ്ഥിയാണ്. അതായത് നമ്മുടെ മാറിലുണ്ടല്ലോ, മാറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് എന്നാ മാറിലിന്റെ അവിടേക്ക് കണക്ട് ചെയ്യുന്ന ആ ഭാഗം, അതും തോളന്റുമായിട്ടുള്ളൊരു എല്ലുണ്ട്.
ഓക്കെ, അതാണ് ക്ലാവിക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. ക്ലാവിക്കിൾ. ഓക്കെ, ക്ലെയ്ഡ് എന്താ ക്ലാവിക്കിൾ. നിങ്ങൾ ജസ്റ്റ് അടിച്ചു കൊടുത്ത പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും കണ്ടാസ്തി എന്നൊക്കെ കണ്ടെന്ന് വെച്ചാൽ കഴുത്താണല്ലോ. കഴുത്തിന്റെ ഇതെന്ന് വെച്ചാൽ കഴുത്ത് ഇവിടെ മാറിലും കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ആ മാറിലും തോളിലും കൂടെ നമുക്ക് വലിയൊരു എല്ലിന്റെ ഒരു പോർഷൻ ഉണ്ട്. ഓക്കെ, അതാണ് ക്ലാവിക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. ക്ലാവിക്കിൾ. അടുത്തത് ക്യൂബിറ്റസ്. ക്യൂബിറ്റസ് എന്താണ്? എൽബോ ആണ്, കൈമുട്ട് കേട്ടോ. എൽബോ. ഓക്കെ, സൈക്കിൾ നമുക്കറിയാലോ, സർക്കിൾ ഓർ സൈക്കിൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സർക്കിൾ ഓർ സൈക്കിൾ. ഓക്കെ, ഡിജിറ്റ് എന്താണ് മീൻ ചെയ്യുന്നത്? ഫിംഗർ ഓർ ടോയ് എന്നുള്ള അർത്ഥമാണ്. വിരൽ അല്ലെങ്കിൽ ടോയ് എന്ന് വെച്ചാൽ തള്ള വിരലാണ് കേട്ടോ. ഫിംഗർ ഓർ ടോ, ഡിജിറ്റ്. അടുത്തത് എഡി. EDE എന്താണ്? സ്വെല്ലിംഗ് ആണ് കേട്ടോ. സ്വെല്ലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എഡി എന്ന് പറയുന്നത് ദാറ്റ് മെഡിക്കൽ ടേം ദാറ്റ് റെഫേഴ്സ് ടു സ്വെല്ലിംഗ് കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്? ഒഡിമ. അത് തന്നെ, ഒഡിമ കേട്ടിട്ടുള്ള വാക്കാണ് ഒഡിമ. ഓക്കെ, സ്വെല്ലിംഗ് ആണ് കേട്ടോ. അടുത്തത് എസ്തിയോ. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചേർത്താൽ മതി. റിലേറ്റീവ് ടു സെൻസേഷൻ ഓഫ് പെർസെപ്ഷൻ. അനസ്തേഷ്യ അല്ലെ, എസ്തേഷ്യ എന്നല്ലേ വരുന്ന അനസ്തേഷ്യ. എന്തിനാണ്? റിലേറ്റീവ് ടു സെൻസേഷൻ ഓർ പെർസെപ്ഷൻ അല്ലെ, അത് തന്നെ. അപ്പൊ അനസ്തേഷ്യ ഓർത്താ കിട്ടും കേട്ടോ. അനസ്തേഷ്യ റിലേറ്റിംഗ് ടു സെൻസേഷൻ ഓർ പെർസെപ്ഷൻ ആണ് അല്ലെ. സെൻസേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ അവിടുത്തെ സെൻസേഷൻ നമ്മൾ ഭാഗികമായിട്ട് ബ്ലോക്ക് ചെയ്യാണ് അല്ലെ. ഓക്കെ, അടുത്തത് ഫെബ്ര എന്ന് പറഞ്ഞാല് ഫീവർ ആണ് കേട്ടോ. ഫീവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫെബ്ര എന്താണ്? ഫീവർ ആണ് കേട്ടോ. ഫീവർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫ്ലെക്സ്. ഫ്ലെക്സ് എന്താണ്? ബെൻഡ് ആണ് കേട്ടോ. ബെൻഡ് വളയുക എന്നുള്ള അർത്ഥമാണ്. ഫോറമൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫ്ലക്സും 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ 2 റിപ്പീറ്റ് ചെയ്ത് ഒരെണ്ണം മതി കേട്ടോ. ഫ്ലക്സ് ബെൻഡ് ഇവിടെ ഫ്ലക്സ് വന്നിട്ടുണ്ട്. ഫോറാമൻ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇതാണ് ഓപ്പണിംഗ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തത് 15, 17, 19, 23, 27. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത പേജിലോട്ട് പോവാം കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഓക്കെ, 21 ആർക്കാണ് സംശയം വന്നത്? ആയിരിക്കാണോ സംശയം വന്നത്? 21 ക്ലെയ്ഡ് കേട്ടോ. ക്ലെയ്ഡ് എന്ന് പറഞ്ഞാല് ക്ലാവിക്കിൾ ആണ്. ക്ലാവിക്കിൾ കേട്ടോ. എല്ലാണ്, ഒരു പ്രത്യേക എല്ലാണ്. പ്രത്യേക എല്ലെന്നല്ല, ക്ലാവിക്കിൾ എന്ന് പറയുമ്പോ നമ്മുടെ ശരിക്കും പറഞ്ഞ എന്താ പറയാ, നിങ്ങളത് ഗൂഗിൾ ചെയ്ത് ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലാവിക്കിൾ എന്താന്നുള്ളത്. നമ്മുടെ ഈ കഴുത്തുണ്ടല്ലോ, നെക്കിന്റെ ഭാഗത്ത് കഴുത്തും നമ്മുടെ മാറയിലുമായിട്ട് ചേരുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ നിന്ന് തോളിലേക്കുള്ള ഒരു എല്ല് പോകുന്നുണ്ട്. ഇവിടെയും പരസ്പരം കണക്ട് ചെയ്തിട്ട് ഒരു എല്ല് പോകുന്നുണ്ട്, ഒരു എല്ല്. അതാണ് ക്ലാവിക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലെയ്ഡ് ക്ലിയർ ആണല്ലോ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ അല്ലേ? നമ്പേഴ്സ് ഒക്കെ കിട്ടിയല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പേജിലോട്ട് നമ്മൾ കടക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് പേജിലോട്ട് നമ്മൾ പോവാണ്. അതില് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ് പേജിൽ മാർക്ക് ചെയ്യേണ്ടത് 30 തൊട്ട് എത്ര വരെയുണ്ട്? 52 വരെയുണ്ട്. മാർക്ക് ചെയ്തോളൂ. 32, 32. ഓക്കെ, പിന്നെ അടുത്തത് 34 കേട്ടോ. അടുത്തത് 44, 44. 44, 46, 46. 47, 47. Then 52, 52. ഒന്നുകൂടെ പറയാണ്. 32, 34, 44, 46, 47, 52. കറക്റ്റ് ആണ് കേട്ടോ. ഷെഫിന ഇട്ടിട്ടുണ്ട്, മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കാം. 32, 34, 44, 46, 47, 52. ഇത്രയും മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, വായിക്കാം നമുക്ക്. ഫ്രാക്ചർ കേട്ടോ.
ബ്രേക്ക് നമുക്കറിയാവുന്ന വാക്കാണ്. ഫ്രാക്ചർ അല്ലെ, ഫ്രാക്ചർ നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലെ, കൈ ഫ്രാക്ചർ ആയി, കാല് ഫ്രാക്ചർ ആയി, ഇതൊക്കെ നമ്മൾ പറയും. ഫ്രാക്ചർ എന്ന് വെച്ചാൽ എന്താണ്? ബ്രേക്ക് ആവുക, പൊട്ടുക എന്നുള്ള അർത്ഥമാണ് അല്ലെ. അടുത്തത് ജസ്റ്റ്. ജസ്റ്റ് എന്താണ്? ക്യാരി അല്ലെങ്കിൽ പ്രൊഡ്യൂസ്, കൺജഷൻ എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. ക്യാരി ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, കൺജഷൻ എന്നുള്ള മീനിങ് ഉണ്ട് കേട്ടോ. ജസ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ പറയും. ജസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗർഭാവസ്ഥേനെയൊക്കെ പറയുന്നതാണ്. ക്യാരിങ് പീരീഡ് ആണല്ലോ, ക്യാരിങ് പീരീഡ് ആണ് അല്ലെ, പ്രൊഡ്യൂസിങ് അല്ലെ, പ്രൊഡ്യൂസിങ് പീരീഡ് ആണ്. സോ ജസ്റ്റേറ്റ് എന്നുള്ള വാക്ക് ശരിക്കും നമ്മുടെ പ്രഗ്നൻസി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് ചിന്തിച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് എന്ന് പറഞ്ഞ് ക്യാരി, പ്രൊഡ്യൂസ്, കൺജഷൻ എന്നുള്ള അർത്ഥമാണ്. ഗ്നോ. ഗ്നോ എന്ന് പറഞ്ഞാല് നോ എന്നർത്ഥം. നോ, KNOW, നോ. ഗ്നോ, നോ കേട്ടോ. KNOW, നോ, അറിയിക്കുക എന്നുള്ള അർത്ഥം, അറിയുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഗ്രാമും ഗ്രാഫും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ് കേട്ടോ. ഗ്രാം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഗ്രാം റെക്കോർഡാണ് അല്ലെ. ഓക്കെ, ഇവിടെ ഗ്രാം എന്ന് പറഞ്ഞ സംതിങ് റിട്ടൺ ഓർ റെക്കോർഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. റെക്കോർഡ്, നമുക്ക് ആ റെക്കോർഡ് എന്താ പറയാ ചെയ്ത് കിട്ടുന്ന ആ ഒരു സംഭവം, റെക്കോർഡ് ചെയ്ത് കിട്ടുന്ന സംതിങ് റിട്ടൺ, എഴുതി കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ കിട്ടുന്ന അതിനെയാണ് നമ്മൾ ഗ്രാം എന്ന് പറയുന്നത്. ഇലക്ട്രോ കാർഡിയോഗ്രാം, ഇലക്ട്രോ എൻസെഫലോഗ്രാം അല്ലെ, ആൻജിയോഗ്രാം എന്നൊക്കെ പറയുമ്പോ. അടുത്തത് എന്താണ്? ഗ്രാഫ്. ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഇവിടെ പറഞ്ഞത്? ഇറ്റ്സ് എ ഡിവൈസ് അല്ലെ. ഡിവൈസ് യൂസ്ഡ് ടു റെക്കോർഡ്, റൈറ്റ് ഓർ റെക്കോർഡ്. ശരിക്കും നേരത്തെ നേരത്തേക്കുള്ളതാണ് കേട്ടോ കറക്റ്റ്. ഡിവൈസ് യൂസ്ഡ് ടു റെക്കോർഡ് കേട്ടോ. ഗ്രാഫ്. ഓക്കെ, ഗ്രാഫ് റൈറ്റ് ഓർ റെക്കോർഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഗ്രാമും ഗ്രാഫ് നേരത്തെ പഠിച്ചതാണ് കേട്ടോ. പിന്നെ അടുത്തതാണ് ഓക്കെ, ഈ ഗ്രാഫ് നമ്മൾ കോമൺ റൂട്ട് വേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അവിടെ നമ്മൾ പഠിച്ചത് സഫിക്സിന്റെ ഭാഗത്ത് പഠിച്ചതാണ്. ഓക്കെ, ഇവിടെ ഗ്രാഫ് റൂട്ട് വേർഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ റൈറ്റ്, റെക്കോർഡ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. നെക്സ്റ്റ് ആണ് ഹ്യൂമറസ്. ഹ്യൂമറസ് കേട്ടോ. ഹ്യൂമറസ് എന്ന് പറഞ്ഞാല് ദ ബോൺ ഇൻ ദ അപ്പർ ആം. ഓക്കെ, ദ അപ്പർ ആമിലുള്ള നമ്മുടെ മുകൾ ഭാഗത്ത് ആമന്റെ അല്ലെ, നമ്മുടെ കൈത്തണ്ടയുടെ കൈത്തണ്ടയിലാണ്ടോ ആമ്. ഓക്കെ, ഈ ഭാഗം. ഓക്കെ, ആമിന്റെ അപ്പർ ആമിന്റെ ബോണാണ് ഹ്യൂമറസ് എന്ന് പറയുന്നത് കേട്ടോ. ഹ്യൂമറസ്. ഓക്കെ, അടുത്തതാണ് IDI അല്ലെ. IDI എന്താണ്? ഡിഫറെന്റ്, ഡിസ്റ്റിങ്ക്റ്റ്, വ്യത്യസ്തമായത് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഡിഫറെന്റ് ഓർ ഡിസ്റ്റിങ്ക്റ്റ് എന്നൊക്കെയുള്ള മീനിങ് ആണ്. അടുത്തത് അയർഡോ. ഓ ചിലപ്പോ കമ്പൈനിങ് പവറാണ്. അയഡിൻ, അയഡിൻ എന്നുള്ളതാണ് കേട്ടോ. അയർഡോ. ഓക്കെ, അയർഡോ എന്ന് ചേർത്ത് അയഡിൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തതാണ് ലാക്ട്, ലാക്ടോജൻ, ലാക്ടോസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ലാക്റ്റിക് ആസിഡ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മിൽക്കാണ്, പാലുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് കേട്ടോ. ലാക്ട്, ലാക്ടോജൻ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ലാക്ടോജൻ ഒക്കെ നമ്മൾ കലക്കി കൊടുക്കുമല്ലോ. അപ്പൊ മിൽക്കിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ലാക്ട് എന്ന് പറയുമ്പോൾ മിൽക്കാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ലിങ്കോ. ലിംഗ്വിസ്റ്റിക് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താണ്? ലിങ്ക്, ടങ്ക് ആണ് കേട്ടോ. നാവ് അല്ലെ, ടങ്ക് ആണ്. ഇപ്പൊ നമ്മള് സാധാരണയായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മെഡിസിൻ ദാറ്റ് പ്ലേസ്ഡ് അണ്ടർ ദ ടങ്ക് അല്ലെ. നമ്മുടെ നാക്കിന്റെ അടിയിലൊക്കെ വെക്കുന്നത് ഈ BP, പ്രഷറിന്റെ പ്രശ്നമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നാക്കിന്റെ അടിയിൽ ചെറിയൊരു മെഡിസിൻ അവർ പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ ലിങ്ക് കേട്ടോ. ലിങ്കോ എന്ന് പറയുമ്പോൾ ടങ്ക് എന്നുള്ള ഇതിലാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് എ മെഡിക്കൽ ടേം ദാറ്റ് റെഫേഴ്സ് ടു ടങ്ക് കേട്ടോ. ടങ്ക് ആണ്. ഓക്കെ, അടുത്തതാണ് മെൻ. മെൻ എന്ന് പറയുമ്പോൾ മന്ത് എന്നുള്ള മീനിങ് ആണ്. മന്ത് ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ മെൻസ്ട്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ മെൻസ്ട്രേഷൻ മന്ത്ലി നടക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. എവരി മന്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. മെൻസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എവരി മന്ത് ഉള്ളൊരു പ്രോസസ് ആണല്ലോ. മെൻ, മന്ത്, മന്ത് കേട്ടോ, മാസമാണ്. അടുത്തത് ഒക്കുൾ അല്ലെ. ഒക്കുൾ എന്താണ്? ഐ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഐ, കണ്ണിനെയാണ് ഉദ്ദേശിക്കുന്നത്. കണ്ണ് കേട്ടോ, കണ്ണ്. അടുത്തത് ഓവർ, ഓവ്യുലറി നമ്മൾ പറയല്ലേ. ഓവ്യുലേഷൻ, ഓവ്യുലേഷൻ, ഓവറി, ഓവ്യുലേഷൻ ഒക്കെ നമ്മൾ പറയുന്ന വാക്കാണ്. എഗ്ഗുമായിട്ട്, എഗ്ഗാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതെ, ഓവറി, ഓവ്യുലേഷൻ, ഓവ്യുലേഷൻ ടൈം, ഓവ്യുലേഷൻ പീരീഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഓവി അല്ലെ, എഗ്ഗാണ് കേട്ടോ, എഗ്ഗ്. അടുത്തതാണ് പാൽപേറ്റ്. എന്താണ് പാൽപേറ്റ്? പാൽപേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടു ഇൻസ്പെക്ട് ബൈ ടച്ച്. നമ്മൾ സ്പർശനത്തിലൂടെ ഇൻസ്പെക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതിനെയാണ് നമ്മൾ പാൽപേറ്റ് എന്നാണ് പറയുക. എന്താണ്? പാൽപേറ്റ് കേട്ടോ. ടു ഇൻസ്പെക്ട് ബൈ ടച്ച്. ഓക്കെ, നമ്മൾ ടച്ചിലൂടെ പരിശോധിക്കുകയാണ്.
അപ്പൊ നമ്മളിപ്പോ ന്യൂറോ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിൽ അവര് നമ്മള് ടച്ച് ചെയ്ത് നോക്കിയിട്ടാണ് അവര് ആ ഒരു ഇൻസ്പെക്ട് ചെയ്യും അല്ലെ, പരിശോധിക്കും. ടച്ച് ചെയ്ത് അവര് ചോദിക്കും ടച്ചിങ് അറിയുന്നുണ്ടോ അങ്ങനത്തെ ഒക്കെ. ഓക്കെ, പാൽപേറ്റ് മീൻസ് ടു ഇൻസ്പെക്ട് ബൈ ടച്ച്, ടച്ചിലൂടെ പരിശോധിക്കാം. പെഡ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഓർക്കാവുന്നത് പീഡിയാട്രിക് ഓർത്താൽ തന്നെ നമുക്ക് ചൈൽഡ് എന്ന് കിട്ടും അല്ലെ. പിന്നെ ഫൂട്ട് എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ, ഫൂട്ട് എന്നുള്ള അർത്ഥമുണ്ട്. പെഡ് ചൈൽഡ് എന്ന് ഓർക്കാൻ നമുക്ക് എളുപ്പമാണ്, കാരണം പീഡിയാട്രിക്സ് നമ്മൾ പഠിക്കാൻ പീഡിയാട്രിക്സ് അല്ലെ, പീഡിയാട്രിക്സ് ചൈൽഡ് നമുക്ക് കണക്ട് ആവും. പിന്നെ ഫൂട്ട് എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ, ഫൂട്ട്. ഓക്കെ, പാദം എന്നുള്ള അർത്ഥമുണ്ട്. പെർക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ്. നമ്മൾ എന്തെങ്കിലും തട്ടിക്കൊണ്ട് ഇൻസ്പെക്ട് ചെയ്യാം. അപ്പൊ മാറിപ്പോവരുത്. ടു ഇൻസ്പെക്ട് ബൈ ടച്ച് ആണെങ്കിൽ പാൽപേറ്റ്. പെർക്കസ് എന്ന് പറഞ്ഞാൽ ടു ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ്, സ്ട്രൈക്ക് ചെയ്തിട്ട് തട്ടിക്കൊണ്ട് നമ്മൾ ഇൻസ്പെക്ട്. അതൊക്കെ ഈ ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ടെസ്റ്റിംഗ് അവർ നടത്തും. ന്യൂറോൺ സംബന്ധമായിട്ട് ഇഷ്യൂസ് ഒക്കെ വന്ന് അവർ സ്ട്രൈക്ക് ചെയ്തിട്ട് കണ്ണടി ഭാഗത്തൊക്കെ ഒരു പ്രത്യേകതരം വടി പോലൊരു സംഭവം ഉണ്ട്. അത് വെച്ചിട്ട് ഇങ്ങനെ നല്ലപോലെ സ്ട്രൈക്ക് ചെയ്തത് അത് ഇൻസ്പെക്ട് ചെയ്യുന്നതാണ്, പരിശോധിക്കുന്നതാണ്, അവർക്ക് സെൻസേഷനും കാര്യങ്ങളൊക്കെ കേട്ടോ. ഫോർട്ട് എന്ന് പറയുമ്പോൾ ഫോട്ടോൺ ഒക്കെ ഓർത്താൽ മതി. അതുപോലെ തന്നെ ഫോട്ടോമെട്രിക് ഇഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയാം. ഫോട്ടോൺസ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ആണ് കേട്ടോ, ലൈറ്റ് ആണ് അവിടെ ഉദ്ദേശിച്ചത്. ഫോട്ടോസിന്തസൈസ്, പ്രകാശ സംശ്ലേഷണം നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ, ലൈറ്റ് ഉപയോഗപ്പെടുത്തുന്നില്ല അവിടെ. അപ്പൊ ഫോട്ടോ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് ഫോട്ടോ ഓർത്താൽ മതി, ലൈറ്റ് അടിച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ ലൈറ്റ് കേട്ടോ. അടുത്തത് പ്യൂർ എന്ന് പറഞ്ഞാൽ റിബ് അഥവാ സൈഡ്. റിബ് ഈ എല്ലിന് പ്യൂറസി എന്നൊക്കെ പറയും. പ്യൂറ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും നമ്മുടെ അതായത് നമ്മുടെ ശ്വാസകോശം ഉണ്ടല്ലോ അതിനെ ആവരണം ചെയ്യുന്ന ഒരു കവറാണ് പ്യൂറ എന്ന് പറയുന്നത്, പ്യൂറസി എന്നൊക്കെ പറയും. എന്തായാലും പ്യൂർ എന്ന് പറയുന്നത് റിബിന്റെ ഭാഗമാണ് കേട്ടോ, വാരിയെല്ലിന്റെ ഭാഗം, സൈഡ് ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. ടോ എന്ന് പറയുന്നത് ടോ ഫൂട്ടാണ് കേട്ടോ, ഫൂട്ടാണ് ടോ. അടുത്തത് ടയാൽ, ഈ സൈലന്റ് ആണ്. സലൈവ, ടയലിൻ കേട്ടിട്ടുണ്ടോ? ടയലിൻ നമ്മുടെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഒരു രാസാഗ്നിയാണ് ടയലിൻ. അപ്പൊ ടയാൽ എന്ന് പറയുന്നത് സലൈവ എന്ന് വെച്ചാൽ ഉമിനീരാണ്. ഓക്കെ, ഉമിനീരാണ് കേട്ടോ സലൈവ എന്ന് പറയുന്നത്. ഫയർ എന്ന് പറഞ്ഞ് ഫയർ ആണ് കേട്ടോ, ഫയർ തീ എന്നുള്ള അർത്ഥമാണ്. മനസ്സിലായോ? ടയാല് കേട്ടോ, ടയലിൻ എന്ന് പറയുന്നത് നമ്മുടെ ഉമിനീരിനകത്തുള്ള ഒരു രാസാഗ്നിയാണ് ടയലിൻ എന്ന് പറയുന്നത്. ടയാൽ എന്ന് ഓർത്താൽ നിങ്ങൾക്ക് സലൈവ എടുക്കണം. സലൈവ എന്ന് പറഞ്ഞാൽ ഉമിനീരാണ് കേട്ടോ, ഉമിനീരാണ് സലൈവ. ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫയർ ആണ് കേട്ടോ, ഫയർ ആണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് റേഡിയസ് എന്ന് പറയുമ്പോൾ രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് വന്നിട്ട് ദ ഫോറാം ബോൺ ഓൺ ദ തമ്പ് സൈഡ്, അതായത് നമ്മുടെ തള്ളവിരലുണ്ടല്ലോ, തള്ളവിരലിന്റെ ഭാഗത്തായിട്ട് ഉള്ളൊരു അസ്ഥിയാണ് കേട്ടോ, ഫോറാം ബോൺ ആണ് റേഡിയസ് കേട്ടോ. നമ്മൾ ഈ റേഡിയസ് തള്ള എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആമിന്റെ ഭാഗത്തുള്ള കുറച്ച് അസ്ഥികളാണ്, ബോണുകളാണ്. റേഡിയസ് എന്ന് പറയുന്നത് ഫോറാം ബോൺ ഓൺ ദ തമ്പ് സൈഡ്, തള്ളവിരലിന്റെ ഭാഗത്തുള്ള ഒരു അസ്ഥിയാണ് കേട്ടോ. ആൾസോ വേറൊരു റേഡിയസ് നമ്മൾ പഠിക്കും, അറിയാലോ, ആരം. മാത്സിൽ പഠിക്കുന്ന റേഡിയസ് ഇല്ല, ആരം എന്ന് പറയുന്ന സംഭവം ആർത്തും ഉണ്ട് കേട്ടോ. ആൾസോ എ ലൈൻ ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ ഓർ സ്ഫിയർ ടു ദ എഡ്ജ്. ആരം എന്ന് നമ്മൾ പറയുന്നത് സർക്കിളിന്റെ സെന്ററിന് വരയ്ക്കുന്ന ആരം വ്യാസം ഒക്കെ പിടിച്ചില്ലേ, അല്ല ആരത്തിന് നമ്മൾ റേഡിയസ് എന്നാണ് പറയാം. നമ്മൾ മെഡിക്കൽ ടെർമിനോളജി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ റേഡിയസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫോറാമിലുള്ള തള്ളവിരലിന്റെ ഭാഗത്തുള്ള ഒരു അസ്ഥിയാണ് കേട്ടോ റേഡിയസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ടെർമിനോളജി എന്ന് പറയുന്നത് മെഡിസിനിൽ മാത്രമല്ല സാധാരണ യൂഷ്വൽ ലാംഗ്വേജിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ പഠിക്കുന്നത് മെഡിക്കൽ ടെർമിനോളജിയാണ്. അപ്പൊ മെഡിക്കലുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഈ പേജിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തത് 32, 34, 44, 46, 47, 52 കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. കണ്ടിന്യൂ ചെയ്ത് അബ്രീവിയേഷൻസ് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വാഹിദ മിസ്സിന്റെ പോർഷൻ തീർന്നേക്ക് മിസ്സും ഇതിൽ ജോയിൻ ചെയ്യും കേട്ടോ. ടെർമിനോളജി എടുക്കാൻ മിസ്സും ഉണ്ടാവും. കാര്യം വലിയ ചാപ്റ്റർ ആണ്, ഷെയർ ചെയ്തിരുന്നാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ മിസ്സും ഉണ്ടായിരിക്കും കേട്ടോ, ഷെയറിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ ആണല്ലോ? വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.